അങ്ങനെ നിങ്ങളുടെ സബ്സ്ക്രൈബർ ബേസ് കൂട്ടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സോറി, ദിസ് വിൽ കം ഫ്രം മൈ പേഴ്സണൽ ഹാൻഡിൽ. ഗോൺഗിൽ പറയേണ്ട പെണ്ണ് എഴുന്നേറ്റ് പോകും. കംപ്ലീറ്റ്ലി കേരളത്തിലല്ല. ബേസിലൊന്നും സജഷൻ പറയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. വന്നത് തൊട്ട് ധ്യാനം ബേസിലും കൂടെ അംഗമായിരുന്നു. വെണ്ണീല ചന്ദൻ അങ്ങനെ തുടങ്ങും. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ താരാട്ട് പോലെ അത് കേട്ടിട്ട് ഞാനങ്ങ് ഉറങ്ങും. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മറ്റേ ഇതാണ് പൈനാപ്പിൾ, പെണ്ണെ, ചോക്ലേറ്റ്, പീസ, പിന്നെ നരൻ. അപ്പോൾ നമ്മൾ ചെന്നൈ മാറ്റിയിട്ട് കേരളം പൂർണ്ണമായി ചേരുന്ന ഒരു മൂവി പ്രതീക്ഷിക്കാമല്ലേ? യെസ് യെസ്. അതുപോലെ എനിക്കൊരു വിശ്വാസമില്ല. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷഹന. വെൽക്കം ടു ഷോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. ആ മൂവിയുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡയറക്ടറായ വിനീത് ശ്രീനിവാസൻ, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ വൈശാഖ് സുബ്രഹ്മണ്യം. വെൽക്കം ടു ഷോ. താങ്ക് യു. നമ്മൾ ഇന്നലെയല്ലേ കണ്ട? ചെറുതായിട്ട്. വിനീതേട്ടാ, 2 വർഷത്തിന് ശേഷമാണ് വിനീതേട്ടൻ്റെ ഒരു മൂവി തിയേറ്ററിലോട്ട് വരുന്നത് അല്ലേ? അതെ. അതും സെയിം ഹൃദയം ടീം തന്നെ. എന്താണ് പറയാനുള്ളത്? ഹൃദയം ടീം എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ മലർവാടി എന്നുള്ള ആൾക്കാരുണ്ട്. ഉണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമാണല്ലോ. എന്തായാലും നിങ്ങൾ ബാക്കിലുള്ളവരെയും കൂടി പിടിക്കുമല്ലോ. ഒരു ഗ്രൂപ്പ്. അത് വിനീത് സ്കൂൾ എന്ന് കുറച്ച് മുമ്പ് ആരോ പറയുന്നത് കേട്ടു. അതേപോലെ ഒരു സ്കൂളാണല്ലോ. അല്ല, സ്കൂളല്ല. നമ്മൾ വർക്ക് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറേ ആൾക്കാർ അവരുടെ കൂടെ നമ്മൾ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. കറക്റ്റായിട്ട് ഈ പടത്തിൽ അവർക്ക് എല്ലാവർക്കും പറ്റിയ റോൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ആണല്ലേ? എന്താ മൂവിനെ പറ്റി പറയാനുള്ളത്? സിനിമയെ പറ്റി ഞാൻ ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല. എന്നാലും 2 വരി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്ലീസ്. നല്ല പടമായിരിക്കും എൻ്റെ പ്രതീക്ഷ. ഞാൻ പറഞ്ഞ എല്ലാരും പോയി കാണണം. എല്ലാരും പോയി കാണണം. അയ്യോ, എന്താണ് പറയാനുള്ളത് സിനിമയെ പറ്റി? സിനിമയെ കുറിച്ച് ഞാൻ ഇപ്പൊ വിനീത് പറഞ്ഞ പോലെ പടം എല്ലാവരും പോയി കാണണം. തിയേറ്ററിൽ തന്നെ പോയി കാണും. April 11 പറ്റുമെങ്കിൽ രാവിലത്തെ ഷോ തന്നെ പോയി കാണണം. ഫസ്റ്റ് ഷോ ഞങ്ങളുടെ എല്ലാം ഡ്രീം പ്രോജക്റ്റ് ആണ് ആക്ച്വലി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പം ഹൃദയം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒത്തുചേരലും കൂടെയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രോജക്റ്റാണ്. ഞങ്ങൾ പടം കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ വേണം ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് തരാൻ. അതെ. പിന്നെ ഓവറോൾ എത്ര വർഷം എടുത്തു ഈ ഒരു മൂവി, ഈ ഒരു സക്സസ്, ഐ മീൻസ് നമ്മുടെ തിയേറ്ററിലോട്ട് വരാൻ വേണ്ടി? ത്രൂ ഔട്ട് ഇതിൻ്റെ ഇപ്പം ഐഡിയ എന്ന് പറയുന്നത് വളരെ കാലം മുമ്പുള്ളതാണ്. പക്ഷെ ഒരു പേപ്പറിൽ എഴുതുന്ന സമയമാണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്നതാണ്. കഴിഞ്ഞ വർഷം എപ്പോഴാണ്? ഫെബിലാണ് ഞാൻ ഒരു 4-5 ദിവസം ഒരാഴ്ച ഞാനിങ്ങനെ ഇരുന്നിട്ട് ഫസ്റ്റ് ഹാഫിന് വേണ്ടിയിട്ടിരുന്ന് ഒരു 5 days ഫസ്റ്റ് ഹാഫും പിന്നെ മാർച്ചിൽ കുറച്ച് ദിവസം സെക്കൻഡ് ഹാഫും. അങ്ങനെ മാർച്ച് ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മൾ പടം ചെയ്യാം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. April, May, June, July, August, September ഇത്രയും 6 മാസം നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ആയിരുന്നു. ആ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് പഴയ കാലഘട്ടം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. അത് എളുപ്പമായിരുന്നില്ല. അപ്പം നമുക്ക് കുറേ സാധനങ്ങൾ ആദ്യം വിശാഖ് വിചാരിച്ചിരുന്നത് ചെന്നൈ എന്ന് പറഞ്ഞാൽ മദ്രാസിൽ എവിടെയെങ്കിലും, ചെന്നൈയിൽ എവിടെയെങ്കിലും കിട്ടും, സ്ഥലം കിട്ടും, എവിടെയെങ്കിലും സ്ഥലം കാണും, അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ, അവിടെ പോയി വാങ്ങിക്കാനല്ല. ഇല്ല. അതുപോലെ ഒരു സ്ട്രീറ്റ് നമുക്ക് കിട്ടിയില്ല. പഴയ കടകൾ മാത്രമുള്ളൊരു സ്ട്രീറ്റ്. പിന്നെ വെറുതെ കുറേ കടകൾ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. ആ സ്ട്രീറ്റിനൊരു ക്യാരക്ടർ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് സെറ്റിട്ടേ പറ്റൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഈ സിനിമ പഴയ സ്റ്റുഡിയോ, എവിടെയെങ്കിലും പഴയ സ്റ്റുഡിയോ കാണുമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമുക്ക് എസ്തെറ്റിക്കലി പ്ലേസിങ് ആകുന്ന പഴയ സ്റ്റുഡിയോസ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. ഇല്ല. കാരണം പൊതുവേ വിശാഖേട്ടൻ തന്നെ പറഞ്ഞു എല്ലാരെയും ഇങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു വേർഡ് ആണെന്ന്. ഒന്ന് പറഞ്ഞാ വേർഡ് പ്ലീസ്, പ്രേക്ഷകർക്ക് വേണ്ടി പ്ലീസ്. പ്രൊഡ്യൂസർ വരെ പറഞ്ഞു എല്ലാരും നോട്ട് ചെയ്തു. ഓക്കെ, കണ്ടിന്യൂ. അല്ല, അപ്പൊ അങ്ങനെ ഒരു ഇൻഡോർ സ്റ്റുഡിയോസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതും സെറ്റ് ഇടേണ്ടി വന്നു. പിന്നെ ഔട്ട്ഡോർ ലൊക്കേഷൻസ് ഒക്കെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടി വന്നു പഴയ കാലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം ചോദിച്ചേ, ഇതിൻ്റെ ഇടയ്ക്ക് അഭിനയിക്കാൻ പോയായിരുന്നു?
അതെ. മറ്റ് സിനിമകൾ എങ്ങനെ പറ്റും, എങ്ങനെ സമയം കിട്ടുന്നു ഇതിനെല്ലാത്തിനും? അല്ല, അത് നേരത്തെയുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. അതെനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയുടെ പ്രോസസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ജനറലി അഭിനയിക്കാറേ ഇല്ല. അപ്പോൾ ഈ സിനിമ നേരത്തെ ഞാൻ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് പിന്നെ ഈ സ്ക്രിപ്റ്റ് ഇത്ര പെട്ടെന്നാവുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല. പ്രൊഡ്യൂസർ ആരും ഇതൊന്ന് ഹെൽപ്പ് ചെയ്തത്? അല്ല, എല്ലാരും കൂടെ ഉള്ള ഒരു അല്ല, ഇത് എഴുതി കഴിഞ്ഞിട്ട് പ്രീ പ്രൊഡക്ഷൻ ഞാൻ ഹെൽപ്പ് ചെയ്ത്. അല്ല, സ്ക്രിപ്റ്റിലപ്പം അഭിപ്രായങ്ങൾ ഒന്നും പറഞ്ഞില്ല? വിനീത് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കത്തുള്ളൂ, കേൾക്കേണ്ടത് മനസ്സിലാക്കി കളഞ്ഞു. അല്ല, അപ്പോൾ വലിയ പ്രതീക്ഷയില്ലായിരുന്നു ഇത് ഇത്ര പെട്ടെന്ന് എഴുതിത്തീരുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് കമ്മിറ്റ് ചെയ്യൂലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ അത് ചെയ്തിട്ട് ഇതിൻ്റെ എഴുത്തിലേക്ക് വരുമായിരുന്നു. പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് ഈ സിനിമ കറക്റ്റായിട്ട് നടക്കുന്ന ഒരു ടൈം ബിറ്റ്വീൻ ഒക്ടോബർ ആൻഡ് ഡിസംബർ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഏതാണ്ട് മനസ്സിലായി. നമ്മൾ വിചാരിക്കുന്ന ആർട്ടിസ്റ്റൊക്കെ വിചാരിക്കുന്ന ആർട്ടിസ്റ്റിനൊക്കെ കിട്ടണമെങ്കിൽ ആ ഒരു ടൈമിൽ ഷൂട്ട് ചെയ്താൽ പിന്നെ വിശാഖിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, വിഷുവിന് എനിക്കിത് റിലീസ് ചെയ്താൽ, വിശാഖ് പറഞ്ഞു, പെരുന്നാളും വിഷുവും ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് ഒക്കേഷനാണ്. സകല മലയാളികളും തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ വിനീത് ഒന്ന് നോക്ക്, ഞാൻ പ്രഷർ ചെയ്യൂല. വിശാഖ് അത്രയും സ്വീറ്റ് ആയിട്ടേ പറയുള്ളൂ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അത് ചെയ്തു കൊടുക്കണം. അല്ല, പക്ഷേ ഇത് വിശാഖ് പറയുന്നതിലും കാര്യമുണ്ടല്ലോ. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് കാണണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നോർമലി ഒരു സിനിമ നമ്മൾ ഒരു ടൈമിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ സിനിമ കാണാൻ സാധ്യതയുള്ളത് യങ്സ്റ്റേഴ്സാണ്. പക്ഷേ ഒരു വിഷു അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ടൈമിൽ വരുമ്പോഴാണ് ഫാമിലി ഓഡിയൻസും ബാക്കിയുള്ള അവധിയൊക്കെ കിട്ടിയിട്ട് നാട്ടിൽ വരുന്ന ആൾക്കാരും ഇവരെല്ലാവരും തിയേറ്ററിലേക്ക് വരുന്നത് വെക്കേഷൻ ടൈമിലാണ്. നമ്മുടെ ഇപ്പം എൻ്റെ തന്നെ സിനിമകൾ വടക്കൻ സെൽഫി, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ലാസ്റ്റ് 2018 ഇതെല്ലാം ഏപ്രിൽ മാസങ്ങളിൽ തിയേറ്ററിൽ ഓടിയിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ആ ടൈം നമുക്ക് എപ്പോഴും ആ ടൈമിൽ ഇറങ്ങിയ ഒരു പടവും അങ്ങനെ മോശമായിട്ടില്ല. അപ്പോൾ വിശാഖ് പറഞ്ഞത് എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തീർക്കണമെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പടം ചെയ്യാൻ വേണം. അപ്പോൾ ലൊക്കേഷൻ സ്കൗട്ടിംഗ് ഒക്കെ ആദ്യം ഒരു ടീമിനെ വിട്ട് അവരത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്സ് ഉണ്ടാവുമല്ലോ. എനിക്ക് ഷൂട്ട് ഡേറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ പോയിട്ട് ഈ ലൊക്കേഷൻസൊക്കെ കൺഫേം ചെയ്തിട്ട് വരും. അങ്ങനെ പാരലലി വർക്ക് നടന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പകൽ ഷൂട്ടുണ്ടെങ്കിൽ രാത്രി ലിറിക് റൈറ്റേഴ്സ് എൻ്റെ റൂമിൽ വരും. എന്നിട്ട് നമ്മളിരുന്നിട്ട് പാട്ടുകൾ എഴുതും. എന്നിട്ട് അപ്പം തന്നെ അമൃത്തിന് ലിറിക്സ് അയച്ചു കൊടുക്കും. അപ്പം മനു, മഞ്ജിത്തും വൈശാഖും ഒക്കെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ അവർ എൻ്റെ റൂമിൽ വന്നിരുന്നിട്ട് അങ്ങനെയാണ് കമ്പോസിങ്ങിൻ്റെ ലിറിക്സിൻ്റെ പരിപാടിയൊക്കെ നടന്നത്. അങ്ങനെ പാരലലി പിടിച്ചു. ഈ പടത്തിൽ പാടിയിട്ടുണ്ടോ? റിലീസ് ചെയ്തിട്ടുണ്ട്, മധുപകരു എന്ന പാട്ട്. അതെ, എല്ലാത്തിലും ഇങ്ങനെ ഒരു കൈ ഉണ്ടല്ലേ. ഡയറക്ടർ, മ്യൂസിക്, ആക്ടർ, ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ? അല്ലപ്പോൾ പൊതുവെ ഒരു ശൈലി ഉണ്ട്, അഭിനയിച്ചിട്ടുണ്ട് വിനീതേട്ടാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിൽ നിന്ന് നമ്മളിപ്പം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് അതിലേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് വിനീത് എന്നൊരു ആക്ടർ. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വിനീതൻ ആ കണ്ടുവരുന്ന ഒരു ശൈലിയല്ല, വേറൊരു ശൈലിയാണ്. എങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അതൊക്കെ അതിൻ്റെ ഡയറക്ടേഴ്സ് ചെയ്യുന്ന പണിയാണ്. നമ്മളവിടെ ചെല്ലുക, അവർ പറയുന്ന പോലെ കേൾക്കുക, ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സ്കില്ല് തന്നെയാണ് ശരിക്കും. അതെ, സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു. എന്തെങ്കിലും ആസ് എ പ്രൊഡ്യൂസർ കം ആക്ടർ ചെറുതായിട്ടൊന്ന് തല കാണിച്ചു, അതോടുകൂടി തീർന്നു എന്നാണ് പറയുന്നത്. പക്ഷെ വിനീതയുടെ മുമ്പേ പറയുന്നു ഇല്ല, അതോടുകൂടി തീരാനോ? അല്ല, ആ ഒരു ആ ഒറ്റ സീനോട് കൂടി തീർന്നു. പക്ഷെ ഇല്ല, തീർന്നിട്ടില്ല എന്ന് പറയുന്നത്. എന്താ ബാക്കി വരാൻ ഇരിപ്പുണ്ടോ എന്തെങ്കിലും? ഇനി ഞാൻ അടുത്തില്ല ചോദിച്ച് മേടിക്കാൻ പോയി. നിങ്ങൾ എല്ലാവരും ഇത്ര ഇന്റർവ്യൂ ചോദിച്ചോണ്ട് ചോദിച്ചത് ഇല്ല, വിനീത പിന്നെയാണ് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ ചോദിച്ചത്. ഇപ്പൊ നോബിൾ ഇതേപോലെ പ്രൊഡ്യൂസറായിട്ട് വന്നതാ, പിന്നെ പല പല മേഖലകളിൽ ഇപ്പം പൊയ്ക്കൊണ്ടിരുന്ന ആക്ടറല്ലായിട്ട്. പക്ഷെ ഞാൻ ചാടത്തില്ല, കാരണം ഇവിടെ ചാടി ഇവിടെ ഒരു സ്പേസ് വരും, പിന്നെ വേറൊരു വിശാഖ ഇവിടെ വന്ന് നിൽക്കുമല്ലോ. ഇവിടെ തന്നെ നിന്നോളാം. കൊള്ളാവുന്നൊരു ഉഷാറായിട്ടുള്ള ഒരാള് വിശാഖിന് പകരം ചുമ്മാ അഭിനയിക്കണം. വേണ്ട, ജീവിതത്തിലെ അഭിനയിച്ച്
അവൻ അഭിനയിക്കുന്നുണ്ട് നന്നായിട്ട്. ആണല്ലേ? പലരോടും. ശരി, ആക്ഷൻ പറഞ്ഞപ്പോഴേ നമുക്ക് സോനാബാലൻ അല്ലല്ലോ, സോനാബാലൻ ഇല്ലല്ലോ. എന്തൊക്കെയോ ഉണ്ട്. അപ്പം ഉണ്ട്, കാണാനിരിക്കുന്നേ ഉള്ളൂ. 11-ാം തീയതി തിയേറ്ററിൽ പോയാൽ കാണാമെന്നല്ലേ? അത് പടം. ഇത് ഞാൻ പടത്തിലെ ആക്ടിങ് അല്ല പറഞ്ഞത്, ഇത് ലൈഫിൽ ലൈഫിലിപ്പോ ആക്ടിങ് ഒക്കെ ഉണ്ട്. അയ്യോ ലൈഫിൽ ആക്ടിങ് അങ്ങനല്ല. അങ്ങനെയൊന്നുമല്ല. ഈ സിനിമയിൽ കാണുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ആ സമയത്ത്. അതെ, സിനിമയിൽ പ്രൊഡ്യൂസേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൽ ചിലതൊക്കെ ഞാൻ വിശാഖന്ന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ലീഡ് ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സ്, ഒന്ന് മുരളിയും ഒന്ന് വേണു. ദ തിങ് ഈസ്, ഫസ്റ്റ് നമുക്ക് മുരളിയിലോട്ട് എത്താം. മുരളി ആരാണ് ചെയ്യുന്നത്? പറയൂ, പറഞ്ഞിട്ടൊന്ന് പൊക്കോ. പ്രണവ് പോട്ടെ. അത് പറയൂ, ആ ഒരു ഫ്ലോയിൽ വരട്ടെ. പ്രണവാണ് മുരളി ചെയ്യുന്നത്. വേണുവായിട്ട് ധ്യാൻ, സ്വന്തം അനിയൻ. വേണു എന്നൊരു ക്യാരക്ടർ അനിയന് കൊടുത്തപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അവൻ ചെയ്യുമോ അങ്ങനെ വിചാരിച്ചു തന്നെയാണോ കൊടുത്തത്? മോശം അവസ്ഥയൊന്നും ഇല്ലായിരുന്നു, നല്ല അവസ്ഥ തന്നെ. അതെ, ആദ്യത്തെ ദിവസം തന്നെ ധ്യാൻ ക്യാരക്ടറിലേക്ക് കയറി. ഫസ്റ്റ് ഷോട്ട് ആക്ച്വലി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ഒരു ഒരു സീനിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അതൊരു ആക്ടർ നേരെ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാരണ ഇല്ലാണ്ട് വന്ന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ധ്യാനത് ഈസി ആയിട്ട് ചെയ്തു. റിഹേഴ്സലോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, നേരെ വന്നു. അപ്പോൾ ഒരു ട്രൗസർ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ആ ട്രൗസറിൻ്റെ മുകളിൽ മുണ്ടം കൊടുത്തു. മുണ്ടായിരുന്നു അതിന് വേഷം. ആ ട്രൗസർ അഴിച്ചു പോലുമില്ല, അതിൻ്റെ മുകളിൽ അങ്ങ് മുണ്ടം കിട്ടു, ഷർട്ട് അങ്ങ് ഇട്ടു, അവിടെ അങ്ങ് ഇരുന്നു. എന്നിട്ട് ആ സീൻ അങ്ങ് പെർഫോം ചെയ്തു. അത്ര ഈസി ആയി. അല്ല, വേറെ സീനാണ്. അപ്പം പ്രണവ്, കാരണം പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിനെ നമുക്ക് ഇപ്പൊ ഇന്റർവ്യൂസിന് പോലും കിട്ടത്തില്ല. ഈ മൂവിയുടെ ഒരു പ്രൊമോഷൻ പുള്ളി വന്നില്ലല്ലോ. വന്നിട്ടുണ്ടോ? അല്ല, അപ്പോ പ്രൊമോഷൻസിന് വരാറില്ല, ഒരു മൂവിക്കും വരാറില്ല. ഇങ്ങനെ ട്രാവലിംഗ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിനെ ഈ സിനിമയിൽ ലീഡ് ചെയ്യാൻ നിങ്ങൾ വിളിക്കുകയും അത് എങ്ങനെ സക്സസ് ആയി എടുത്തു? അതെ, അതാ നിങ്ങൾ വിളിക്കുമ്പോ കറക്റ്റ് എങ്ങനെ പ്രണവ് മോഹൻലാൽ വരുന്നു? പറയൂ പ്രൊഡ്യൂസർ പറയൂ അതിന് ഉത്തരം. ഞങ്ങൾ ഇതേപോലെ ആദ്യമേ പറയും പ്രൊമോഷന് വരണ്ടെന്ന്. അപ്പൊ നമ്മുടെ പടങ്ങൾ ബാക്കി എല്ലാവരും വരണം എന്ന് പറയും, ഞങ്ങൾ വരണ്ട. അപ്പൊ നീ പ്രൊമോഷൻ വരണ്ട, ഡേറ്റ് മാത്രം മതി, പടം മാത്രം ചെയ്താൽ മതി. അവനും ഹാപ്പി സിങ്കായി. അല്ല, പ്രണവിനെ പറ്റി തന്നെ പറയായിരുന്നു. ഈ ഷൂട്ട് അപ്പൊ ട്രാവലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഷൂട്ടിനിടയ്ക്ക് വല്ല ട്രാവലിന് വല്ലതും പോയായിരുന്നു? അതാ അപ്പോഴെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞു പോയി. വൺസ് മൂവിയിൽ ഓക്കെ പറഞ്ഞ ഹിസ് വെരി പ്രൊഫഷണൽ. കാരണം ഇപ്പൊ വിനീത് ഈ പടത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞു ഷൂട്ട് തുടങ്ങുന്ന മുമ്പ് ഇന്ന ദിവസം ഒരു കല്യാണം കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന ഷൂട്ടിന്റെ ഒരു ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ കാരണം ഒരു ഡിസ്റ്റർബൻസ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് കറക്റ്റ് പങ്ക്ച്വൽ. ഇപ്പൊ 6 മണിക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ 5:30 ഹോട്ടലിൽ നിന്ന് തന്നെ ഇറങ്ങി കറക്റ്റ് ലൊക്കേഷൻ ഒരു 10 minutes ബിഫോർ വരും. മേക്കപ്പ് എല്ലാം ഇട്ട് 6 മണിക്ക് ഇറങ്ങും. ധ്യാനം അങ്ങനെയായിരുന്നു. കാരണം ഈ 2 ഹീറോസ് കാരണം ഞങ്ങൾക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല ഈ പടത്തില്. ഇടയ്ക്ക് ഒരു ദിവസം ഡബിങ്ങിന് മാത്രം ഒരു ദിവസം പെട്ടെന്ന് അപ്പുവിന് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ നമ്മളെ അറിയിച്ചില്ല, നേരെ ധ്യാനിനെ വിളിച്ചു. അപ്പോൾ ധ്യാൻ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ പോയി ഡബ് ചെയ്തോളാം എന്നിട്ട് ധ്യാൻ അപ്പുവിനെ ഒന്ന് കവർ ചെയ്തു. അപ്പുവിന് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ അപ്പു നേരത്തെ ഒരു സാധനം ഏറ്റു കഴിഞ്ഞാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യൂല. അപ്പോൾ ആദ്യം ധ്യാനിനെ വിളിച്ചു, എനിക്ക് ഇച്ചിരി ലേറ്റ് ആവും. അപ്പോൾ ധ്യാനം പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞു. ധ്യാനം വന്ന് ഡബ് ചെയ്തു, ആ ടൈം മാനേജ് ചെയ്തു. അതെ, വിനീതനും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സെറ്റാണ്, അതായത് വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയുടെ ഒരു സെറ്റിലാണ് നമ്മൾ സെറ്റിൽ തന്നെ താമസിച്ചിട്ടുള്ളതെന്ന്. അത് ആക്ച്വലി ലൈവ് ലൊക്കേഷൻ ആയിരുന്നു, സെറ്റല്ലായിരുന്നു. അത് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്? അത് ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ വടക്കൻ സെൽഫി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും പഴനിയിലൊരു ചെറിയൊരു ലോഡ്ജിനകത്തായിരുന്നു താമസിച്ച്. അത് ഭയങ്കര രസമായിരുന്നു. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്തത് അവിടെയല്ല, ഷൂട്ട് ചെയ്തത് പുറത്തായിരുന്നു. ഇത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ അവിടെ തന്നെ നമ്മൾ താമസിക്കുന്നു, അവിടെ തന്നെ നമ്മൾ കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റിട്ട്. അപ്പം നമ്മുടെ ADs ഒക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ടൈം ആവുമല്ലോ, രാവിലെ 5 മിനിറ്റ് മുമ്പ് ഇവരെ പല്ല് വെച്ചിട്ട് നേരെ ലൊക്കേഷനിലേക്കല്ല സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് വരും. അതാണ് ലൊക്കേഷൻ, താഴെ വന്ന ലൊക്കേഷനായി. അങ്ങനെ ഇവർ നേരെ വന്ന് നമ്മൾ ഷൂട്ട് തുടങ്ങും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബ്രേക്ക് വിളിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കുളിക്കാൻ പോകും. അപ്പോഴാണ് ഇവർ കുളിക്കുന്നത്. ഞാനൊരാൾ മാത്രമേ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട്.
തന്നെ കുളിക്കുകയൊക്കെ ചെയ്യാൻ ഞാൻ ഒരാളെ മാത്രം കുളിക്കാറുണ്ട്. അങ്ങനെ രാവിലെ എണീറ്റ് കുളിക്കാതെ കുളിക്കാതെ തന്നെയാണോ ഫുൾ ഡേ പോകുന്നത്? എനിക്ക് തല നന്നായിട്ട് വർക്ക് ചെയ്താലല്ലേ പരിപാടി നടക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കുളിക്കും ഇങ്ങനെ പറയാമോ പ്രൊഡ്യൂസറെ കുളിക്കുമെന്നൊക്കെ പറഞ്ഞല്ലേ? യെസ്, അല്ല പ്രൊഡ്യൂസർ ഈ സമയത്ത് സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഫുൾ ടൈം ഉണ്ട്. വിശാഖാണ്. വിശാഖ് രാത്രി പാട്ടൊക്കെയാണ്. അതായത് ഞാൻ ഇപ്പൊ അടുത്ത ദിവസം രാവിലെ 2 പാട്ട് പാടണം ഇത് കഴിയുമ്പോൾ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഷൂട്ടുണ്ട്. അപ്പോൾ മര്യാദയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ നേരത്തെ കിടക്കാൻ പോകും. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ 11 മണിക്ക് കിടക്കും. ഇവന്മാർ 3 മണി വരെ. അപ്പോൾ ആ കോട്ടേജ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുറി ഇത്, തൊട്ടിപ്പുറത്ത് ബേസിലിൻ്റെ മുറി, ഇത് അജുവിൻ്റെ മുറി, ഇത് നമ്മുടെ എഡിൻ്റെ മുറി, പിന്നെ അപ്പുറത്ത് വിശാഖിൻ്റെ മുറി. ഇത്രയും മുറികളുടെ ഇടയിൽ ഒരു ചെറിയൊരു ഹോൾ ഏരിയ ഉണ്ട്. ആ ഹോൾ ഏരിയയിൽ ഇവന്മാരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ അപ്പവും ധ്യാനും ഇവനും അപ്പുറത്ത് കോട്ടേജിലാണ്. അപ്പോൾ വിശാഖും കോട്ടേജിലാണ്. അപ്പോൾ ഈ കോട്ടേജിൽ നിന്ന് ഇവന്മാർ ഇവിടെ വരും. എന്നിട്ട് രാത്രി വരെ പാട്ടും ബഹളമായിരിക്കും, പാർട്ടി ആയിരിക്കും ശരിക്ക്. എന്നിട്ട് അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മെലഡി ആയിരിക്കും. മെലഡി തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ കിടന്നുറങ്ങും. എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും അറിയൂല. കുറ്റിയിട്ട് കിടന്ന് ഞാൻ ആദ്യത്തെ പാട്ട് എന്നൊക്കെ പറയുന്നത് വെണ്ണീല ചന്ദൻ അങ്ങനെ തുടങ്ങും. അപ്പൊ അത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ താരാട്ട് പോലെ അത് കേട്ടിട്ട് ഞാനങ്ങ് ഉറങ്ങും. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മറ്റേ ഇതാണ് പൈനാപ്പിൾ, പെണ്ണെ, ചോക്ലേറ്റ്, പീസ, പിന്നെ നരൻ, ഇതൊക്കെ തുടങ്ങും. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. പടം റിലീസായിട്ട് ഞാൻ ഇതൊക്കെ വിടുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ സബ്സ്ക്രൈബർ ബേസ് കൂട്ടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സോറി, ദിസ് വിൽ കം ഫ്രം മൈ പേഴ്സണൽ ഹാൻഡിൽ. വേണ്ട വീഡിയോ വേണ്ട, ഒരു പാട്ട്. നോ, പാട്ട് ഞാൻ റിലീസ് കഴിഞ്ഞിട്ട് വിടാൻ വേണ്ടി നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് എനിക്കത് എനിക്ക് വേണ്ട. നമ്മൾ മൂവി റിലീസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഇന്റർവ്യൂ എടുക്കാൻ വന്നാൽ പാട്ട് പാടിത്തരുമോ? എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് കോഴ്സ്. അങ്ങനെ വേണ്ട, നമുക്ക് പേഴ്സണൽ ആയിട്ട് മതി, നമുക്ക് എക്സ്ക്ലൂസീവ് മതി. ആദ്യം നിങ്ങൾ ആ പാട്ട് കേൾക്കൂ, എന്നിട്ട് തീരുമാനിക്കും വേണോ വേണ്ടേന്ന്. ഓക്കെ ഓക്കെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നമ്മള് തിര വിനീതേട്ടൻ നമ്മുടെ ധ്യാനേട്ടനെ വെച്ച് ചെയ്തൊരു മൂവി, അതൊരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇനി എപ്പോഴെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും ഡിസ്കഷൻ അങ്ങനെ നടക്കുന്നുണ്ടോ? ആക്ച്വലി ചെയ്താൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരു ഫീമെയിൽ ഓറിയന്റഡ്, ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ചില സിനിമകളുണ്ട്. ഇപ്പോൾ കിൽ ബിൽ എന്ന് പറഞ്ഞ സിനിമയില്ലേ, ഉമാ തുറമാൻ അഭിനയിച്ച അങ്ങനെ ഒരു സിനിമയുണ്ട്. ഇംഗ്ലീഷ് മലയാളത്തിൽ എനിക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിയാവുന്ന. മലയാളത്തിൽ കിൽ ബിൽ ആരും എടുത്തിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിക്കോളാം. അതൊരു ആക്ഷൻ ഫിലിമാ. ഗോൺ ഗേൾ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഞങ്ങൾ ഗോൺ ഗേൾ എന്നൊന്നും പറയേണ്ട, പെണ്ണ് എഴുന്നേറ്റ് പോകും. അല്ല, അതുപോലെ ഒരു ഭയങ്കര രസമുള്ള ഒരു ആക്ഷൻ ഫിലിമൊക്കെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിപൊളിയാവും. കാരണം അങ്ങനത്തെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആക്ഷൻ ഫിലിം വന്നിട്ട് കുറേ കാലമായി. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്? മെയിൻ സ്ട്രീമിൽ വന്നിട്ട് കുറേ കാലമായി. താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അങ്ങനെ അതിനുള്ള കഥയൊന്നുമില്ല. പക്ഷെ നിന്ന നിപ്പിലാണല്ലോ കഥ എഴുതുന്നത്. ഈ ഫ്ലൈറ്റിൽ കൂടെ ഒക്കെ പോകുമ്പോൾ സോങ് എഴുതിയ കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നിന്ന നിപ്പിൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല, പാട്ട് എഴുതിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എഴുതാം. ഹലോ, നമുക്ക് വളരെ വൃത്തിയായിട്ട് തിയേറ്ററിൽ പടം എത്തിക്കുള്ളതാ. ആക്കി കച്ചവടം ഇത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നാട്ടുകാർ കൂവും. എനിക്ക് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ വിനീതനും പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുക്കുന്ന ഒരു അവസരം കൊടുക്കുന്നത് അങ്ങനെ വലിയ വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ നമുക്ക് നമ്മുടെ സിനിമയിൽ അതിനുള്ള സ്കോപ്പ് ഉണ്ടാകുന്ന സമയത്ത് പുതിയ ആൾക്കാരാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു എൻത്യൂസിയാസം ഉണ്ടാവും. അപ്പോൾ ഏത് സിനിമയിലാണെങ്കിലും പുതിയ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഒരു എനർജി നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്. അത് അവസരം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ട കാര്യമില്ല. അല്ല, നമ്മുടെ സിനിമയിൽ തന്നെ ഒരു പറയുന്നുണ്ട്, മുട്ടുവിൻ അല്ല അന്വേഷിപ്പും കിട്ടും, അങ്ങനെ മുട്ടുവിൻ തുറക്കും, അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നില്ലേ? എല്ലാ വാതിലുകളിലും എല്ലാ വാതിലുകളും മുട്ടണം, ഏതെങ്കിലും ഒരു വാതിൽ തുറന്നാലോ എന്ന് പറയുന്നുണ്ട്. അതാണ് വിനീതയുടെ ഉദ്ദേശിച്ചെങ്കിൽ എല്ലാവരും വരിക, പുതിയ ന്യൂ കമേഴ്സ് എല്ലാം വന്നിട്ട് ഇതേപോലെ. ഞാൻ മാത്രമേ ഉള്ളൂ ന്യൂ കമർ ആയിട്ട്.
ബാക്കി അറിയില്ലല്ലോ. സാരമില്ല, ഹൃദയം അല്ലെങ്കിൽ ഇല്ല, കുറച്ച് പേരുണ്ട്. ഫസ്റ്റ് ആയിട്ട് അഭിനയിച്ച ഫസ്റ്റ് ആയിട്ട് അഭിനയിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ആ ഓക്കെ. പ്രൊഡ്യൂസർ അറിഞ്ഞില്ലല്ലേ? ഞാൻ അറിഞ്ഞില്ല, കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. ഞാൻ എന്റെ തിരക്കിലായിപ്പോ എന്റെ ഷൂ തിരക്കല്ല, 134 ഒരു ദിവസം ഇങ്ങനെ കാണുമ്പോൾ അടുത്ത ദിവസം അടുത്ത ആൾക്കാർ വരും. ഇതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരാണ്. എസ്പെഷ്യലി നമ്മുടെ കേരള പോർഷനിലാണ് പുതിയ കുറെ ആർട്ടിസ്റ്റ് വന്നത്. ധ്യാനിന്റെ early സോറി പറയണ്ട, സ്റ്റോറി പറയണ്ട. കേരള പോർഷൻ കേരളം അറിയത്തില്ല, കേരളത്തിലല്ല പിന്നെ എവിടെ ഷൂട്ട് ചെയ്തത്? അല്ല, മദ്രാസ്, ചെന്നൈ. അത് പറഞ്ഞപ്പോഴാ സത്യം പറഞ്ഞാലുണ്ടല്ലോ, മദ്രാസ് പോർഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിന്റെ പകുതിയോളം മാത്രമേ ഉള്ളൂ. ബാക്കി സെക്കൻഡ് ഹാഫ് മുഴുവനും ഫസ്റ്റ് ഹാഫിന്റെ നല്ലൊരു ഏരിയയും എല്ലാം കേരളമാണ്. അല്ല, പൊതുവെ വിനീതേട്ടന്റെ വശേട്ടന്റെ എല്ലാം സ്റ്റോറീസ് എന്താ ചെന്നൈയിലോട്ട് പോകുന്നത്? എന്ത് പറഞ്ഞാലും ചെന്നൈ. എന്റെ ആദ്യത്തെ പടവും ചെന്നൈ ആയിരുന്നു. അതെന്താ നിങ്ങൾ ചെന്നൈ അത് തന്നെ പിടിക്കുന്നേ? പറഞ്ഞേ. അതെന്താ നിങ്ങൾ ചെന്നൈ അത് പിടിക്കുന്നത്? ധ്യാന ചെയ്ത് അവനും കുറെ കാലം മദ്രാസിലുണ്ടായിരുന്നു. ഹൃദയം പിന്നെയുള്ള 2 പടവും വി ആർ ഓൾ ഫ്രം മദ്രാസ്. ഓ, അതുകൊണ്ട് തന്നെ. എന്നാലും നമ്മള് കേരളമായിട്ട് ചെറിയൊരു ബന്ധം വേണ്ടേ? അതെ, ഇങ്ങനെ എല്ലാ ഈ ഇന്റർവ്യൂ നമ്മൾ കേരളത്തിലാണല്ലോ ചെയ്യുന്നത്. പ്രൊമോഷൻസ് ഫുൾ കേരളത്തിൽ ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് തീരുമാനിച്ചു. അല്ല, കഥയുടെ മദ്രാസിന്റെ സെറ്റ് അടക്കം ഞങ്ങൾ കേരളത്തിലായിട്ട്. കേരളത്തിലായിട്ട് മണ്ണിന്റെ മക്കൾ, സൺസ് ഓഫ് ദ സോയിൽ. എന്നാലും നിങ്ങളുടെ സ്റ്റോറി ചെന്നൈയിലോട്ടല്ലേ പോകുന്നേ? എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ചെന്നൈ മാറ്റിയിട്ട് കേരളം പൂർണ്ണമായി ചേരുന്ന ഒരു മൂവി പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു, തട്ടത്തിൻ മറയത്ത്, കുറച്ച് കൊല്ലം. അതെ, അല്ല ഇനി പ്രതീക്ഷിക്കാം. യെസ് യെസ്. അതുപോലെ എനിക്കൊരു വിശ്വാസവും ഇല്ല. ഇത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുമ്പോ പറഞ്ഞു. ഞാൻ വല്ല വെളിയിൽ പോകുമ്പോഴായിരിക്കും അടുത്ത ആളെങ്കിൽ വരുമ്പോ പതുക്കെ വീണ്ടും പഴയ പോലെ. അടുത്ത പടം ഒരു മൈതാനം, ഒരു പ്രിന്റിംഗ് പ്രസ്, അതൊക്കെ ഉണ്ടോ? ഒരു വീട്, എപ്പോഴെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാം. ചെറിയ ബഡ്ജറ്റിൽ അതെ, നമുക്ക് ഫോറിനിലൊക്കെ പോയിട്ട് ഓക്കെ കേരളത്തിൽ ഒരു അവസരം കൊടുക്കും. പാവം നമ്മുടെ എനിക്ക് ഇവനെ കണ്ടാൽ തന്നെ ഇല്ലേ ഒരു ലോ ബഡ്ജറ്റ് പടം ചെയ്യാൻ തോന്നുന്നില്ല. ഒരു ഭയങ്കര ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്നില്ല അവനെ കാണുമ്പോ. ഇതിക്കുള്ള എന്ത് വേണം? ഞാൻ എന്ത് വല്ല ലക്ഷറി ഫീൽ. ആ, എനിക്കത് നാളെ മുണ്ടിട്ട് വരും. ലക്ഷറി. അത് നോബിൾ ഉണ്ടായിരുന്നു. നോബിള് ജേക്കബിന്റെ സ്വർഗരാജ്യം നോബിളാണല്ലോ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും കയ്യിൽ കാശില്ലെങ്കിലും നോബിളിൻ്റെ ഡ്രസ്സിങ് കണ്ടാൽ മനസ്സിലാവും. കാശ് ഫണ്ട് അക്കൗണ്ടിൽ വീണ ദിവസം വരുന്നത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ്. സൺഗ്ലാസ് ഇടാണ്ട് വരില്ല. അല്ലാത്ത ദിവസം ചെരുപ്പ്. അല്ല, ഇപ്പൊ ചെറുതായിട്ട് അവിടെ ചെരുപ്പിട്ടായിരിക്കുന്നത്. അത് വെറുതെ കാണിക്കാനെന്ന് അതെ, ഏത് ബ്രാൻഡ്? അത് അർമാനി എക്സ്ചേഞ്ച്. ചെറുതായിട്ടൊരു ബ്രാൻഡ് ചെരുപ്പാണെങ്കിൽ ചെറുതായിട്ടൊരു ബ്രാൻഡ്. കൊള്ളാം കൊള്ളാം. അത് വിനീതോട്ടം പറഞ്ഞു സിംപ്ലിസിറ്റി. അതെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള, സിമ്പിൾ വിത്ത് ഹംബിൾ. ലൊക്കേഷൻ ഞാൻ എല്ലാവരുമായിട്ട് ഒരേപോലെയാണ് ഞാൻ സംസാരിക്കാൻ പെരുമാറുണ്ട്. അതെ, വളരെ സിമ്പിൾ. ഇതിൽ എന്ത് വേണം? ഒരു കാറൊക്കെ മാറ്റി പാർക്ക് ചെയ്തിട്ട് വരും, ആരെങ്കിലും കാശ് വെച്ചാലോ എന്ന് വെച്ചിട്ട് എന്നിട്ട് നടന്നിട്ടാവും സെറ്റിലേക്ക്. എന്നിട്ടാണ് സിമ്പിൾ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ തല്ല് കിട്ടാതെ നോക്കണേ. ആർക്ക്? വിനീതേട്ടന്. എന്തിന്? അല്ല, ഇത്രയും വിശാഖം? ഇല്ല, ഇവന് എന്റെ അനിയൻ ഇവനെ ഇതിനേക്കാളും, അതും ഇവൻ എന്നെ തിരിച്ചും. നമുക്ക് പിന്നെ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അല്ല, കഴിഞ്ഞ ദിവസം വിശാഖ ചേട്ടൻ എന്നോട് പ്രത്യേകം ഒരു കാര്യം പറഞ്ഞായിരുന്നു ചോദിക്കാൻ വേണ്ടി. അത് പറ്റിയില്ല. അതുകൊണ്ട് ഇതിൽ ഞാൻ ചോദിക്കുന്നു, നെക്സ്റ്റ് പടം ഏതാ? ഓ, അത് ഷാനിക്കയും കൂടെ വേണമായിരുന്നു. ഇപ്പൊ എന്റെ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഇല്ലാതിന്റെ ഒരു വിഷമമുണ്ട്. എന്നാലും വിശാഖനെ വെച്ച് ഷാനിക്കയുടെ ഒരു റിക്വസ്റ്റും കൂടെ ആയിരുന്നു. എന്താണ് അടുത്ത പടം? വേഗം പറയൂ. ഇല്ല, അടുത്തത് എന്തായാലും അടുത്ത ഒന്നും ആയിട്ടില്ല. ഇതുപോലത്തെ ഒരു പടമാണ്. അല്ല, സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. പ്രൊഡ്യൂസർ ഞാനായിരിക്കും, അത്രയും മാത്രമേ. പ്രൊഡ്യൂസർ വിശാഖാണ്. ചെന്നൈയിൽ ഷൂട്ടില്ല. ചെന്നൈ ഷൂട്ടില്ല. മ്യൂസിക് ഷാനിക്ക. മ്യൂസിക് ഷാൻ. തൽക്കാലം അത്രേ ഉള്ളൂ. വേറൊന്നും പ്ലാൻ ആയിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ചെന്നൈയിൽ ഷൂട്ട് ചെയ്യുന്നില്ല, കേരളത്തിൽ തന്നെ. കേരളത്തിൽ തന്നെ, കംപ്ലീറ്റ്ലി കേരളത്തിലല്ല. അല്ല അല്ല, ഇതെന്താടാ നീ ഇങ്ങനെയൊക്കെയെന്ന് ഇപ്പൊ നീ പറഞ്ഞു നോക്കാൻ പറ്റുന്നത്? കംപ്ലീറ്റ് കേരളത്തിലല്ല, ചിലപ്പോ കുറച്ച് വിദേശ യാത്ര ഒക്കെ നടത്തേണ്ടി വരും. പ്രൊഡ്യൂസർ ഒന്ന് ട്രിപ്പ് പോയിട്ടൊക്കെ വരാന്ന്, ഒന്ന് ലോകം ചുറ്റിട്ട് വരാന്ന് എന്ത് പറഞ്ഞാലും ഞാൻ കേക്കുവന്ന്. അല്ല, പ്രൊഡ്യൂസർ തന്നെയാണ് പറഞ്ഞത് എനിക്ക് ഈ ഒരു ടീം ഭയങ്കര സേഫ് ആണ്. അപ്പൊ പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും ഞാൻ കേക്കും. സുഖം. അപ്പൊ നമുക്ക് ട്രിപ്പ് ഒക്കെ പോയിട്ട് വരാന്ന്. ഇതില് ബേസിൽ ചേട്ടൻ, ഷാനിക്ക, നീരജ് ചേട്ടൻ, നിവിൻ ചേട്ടൻ എല്ലാരും ഉണ്ട്.
അത്യാവശ്യം എല്ലാ ക്രൂ മെമ്പേഴ്സും ഉണ്ട്. ബേസിലേട്ടനൊക്കെ ഡയറക്ടറാണ്, എന്നിട്ടും അവരൊക്കെ വന്ന് വിനീതേട്ടൻ വിളിച്ചപ്പോൾ വന്ന് ചെയ്തപ്പം എന്തെങ്കിലും അവരൊക്കെ സജഷൻസ് പറയോ അങ്ങനെ വല്ലതും ചെയ്തായിരുന്നോ? നമ്മുടെ ബേസിലൊന്നും സജഷൻ പറയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. വന്നത് തൊട്ട് ധ്യാനും ബേസിലും കൂടെ അംഗമായിരുന്നു. ആ, ഈ അംഗത്തിനിടയിൽ ഈ പടം ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പൊ അങ്ങനെ സജഷൻസിനൊന്നും പറയേണ്ട ആവശ്യം ഒന്നുമില്ല. അന്ന് ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്ത് വൈകുന്നേരം ആയപ്പോഴാണ് അവൻ്റെ ക്യാരക്ടറിൻ്റെ പേര് തന്നെ അറിയുന്നത്. ബേസിൽ അഭിനയിച്ച് 3-4 സീൻ കഴിഞ്ഞിട്ട് ഫിനിഷ് തകർത്തതിന് ശേഷം. അതെ. ഓക്കെ, എന്തായാലും 11-ാം തീയതി, ഏപ്രിൽ 11-ാം തീയതി നമ്മുടെ മൂവി തിയേറ്ററിലേക്ക് വരുവാണ്. ഫൈനലി എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാവരും ആദ്യത്തെ ദിവസം തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്ക് അത് മാത്രമേ പറയാനുള്ളൂ. പറ്റുമെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണം, എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. അതെ, ഏത് അഭിപ്രായമാണെങ്കിലും ഞാൻ സ്വീകരിച്ചോളാം അല്ലേ? ഇല്ല, നല്ല അഭിപ്രായം തന്നെ മാക്സിമം പറയാൻ നോക്കണം. കാരണം ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്ത പ്രോജക്റ്റ് ആയത്, ഡ്രീം പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്ത പ്രോജക്റ്റ് ആകുമ്പം നമുക്കൊരു ചെറിയ രീതിയിൽ ഒരു അഭിപ്രായം മാറിയാലും വിഷമം തോന്നും. അതുകൊണ്ടാണ് ഒരു റിക്വസ്റ്റ് വരെ നമുക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജോലി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി പ്രാർത്ഥിക്കാനേ പറ്റൂ. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവി 2 വർഷത്തിന് ശേഷം തിയേറ്ററിൽ വരുവാണ്. വലിയൊരു സക്സസ് ആവട്ടെ, നിങ്ങളുടെ ആഗ്രഹം പോലെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇതേപോലെ 100 ഡേ സെലിബ്രേഷനിൽ എനിക്ക് ഇതേപോലെ വന്നിരുന്ന് നിങ്ങളോട് ഒരു ഇന്റർവ്യൂ തരാൻ എനിക്കൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.